ഇപ്പൊ ഈ മിഷൻ വാങ്ങിക്കുവാണെങ്കിൽ 20,000 രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും അത് മാത്രമല്ലാണ്ട് നമ്മളിപ്പോ EMI യിലാണ് കൊടുക്കുന്നത്. 14 ഇഞ്ച് ചേംബർ സൈസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മറ്റിടത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 20% അധികം ഔട്ട്പുട്ട് കിട്ടും. വലിയ വലിയ മിഷനില് 4-5 തവണ ഇടുന്നതിന് പകരം ഈ മിഷനിൽ ഒറ്റ തവണ ഇട്ടാൽ മതി ഫൈൻ ഔട്ട്പുട്ട് കിട്ടും. അത് ഈ ഒരു ടെക്നോളജി കാരണം 20 HP കൊടുത്തിരിക്കുന്ന ടെക്നോളജി നമ്മൾ ഈ 3 HP കൊടുത്തിട്ടുണ്ട്. ദോശമാവ് അരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിച്ച് തള്ളി തള്ളി കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഓരോ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കലായി കാണുന്നോളും. അപ്പൊ ഈ ഒരു ആർക്കൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാവ് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിലും ശരി, ഒരു മസാല ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ആവശ്യം ഒരു പൾവറൈസർ ആണ്. അപ്പൊ ഈ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു പൾവറൈസർ എവിടെ നിന്ന് വാങ്ങണം, എന്തൊക്കെ നോക്കി വാങ്ങണം എന്ന് അറിയത്തില്ല. അപ്പൊ ഒരു പൾവറൈസർ വാങ്ങുമ്പോഴത്തേക്കും എന്തൊക്കെ നോക്കി വാങ്ങണം, എവിടെ നിന്നൊക്കെ വാങ്ങണം എന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നൈസ് 10 പൾവറൈസർ ആണ്. ഇതെന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ ബീറ്റർ ആയതുകൊണ്ട് തന്നെ അടിച്ച് പൊടിച്ച് നമുക്ക് സൂപ്പർ ആയിട്ട് ഫൈൻ ഔട്ട്പുട്ട് കിട്ടും. ഇതെന്ന് പറയുമ്പോൾ മോട്ടറിന് ലോഡ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. അത് മാത്രമല്ലാണ്ട് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ബീറ്റർ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ ഫ്രെയിമും മാറ്റേണ്ട കാര്യമില്ല, ആ ഒരു ബീറ്റർ മാത്രം മാറ്റിയാൽ മതി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻപുട്ട് ട്രേ ആണ്. ധാന്യം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ പോയിക്കോളും, കൈ കൊണ്ട് തള്ളേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ 2 കമ്പാർട്ട്മെന്റ് കൊടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മോട്ടറിന് ഒരുപാട് ലോഡ് വരത്തില്ല, അതുപോലെ നല്ല വെന്റിലേഷനും ആയിരിക്കും. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ചേംബറിൽ വെന്റിലേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചൂടായിട്ട് മാവൊന്നും ചൂടായിട്ട് ഒട്ടിപ്പിടിക്കുന്നുള്ള പ്രശ്നമൊന്നും വരത്തില്ല നമ്മൾ നൈസ് 10 പൾവറൈസറിൽ. ഈ നൈസ് 10 പൾവറൈസർ നമ്മൾ 3 HP 5 HP കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ലാണ്ട് നമ്മൾ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ കോപ്പർ വൈൻഡിംഗ് ആണ് മോട്ടർ കൊടുക്കുന്നത്. അതുകൊണ്ട് ലൈഫ് നന്നായിട്ടുണ്ടാവും. അതല്ലാണ്ട് നമ്മൾ 1 ഇയർ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് മോട്ടറിന് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയത് നൈസ് 10 പൾവറൈസർ ആണ്. ഇപ്പൊ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വെച്ചാൽ നൈസ് 14 പൾവറൈസർ ആണ്. ഈ നൈസ് 14 പൾവറൈസർ ആർക്കൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസ് 10 പൾവറൈസർ നമ്മൾ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ് യൂസ് ചെയ്യുന്നത്. നൈസ് 14 പൾവറൈസർ ആരൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വലിയ ബിസിനസ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, എനിക്ക് 7.5 HP ഒരു പൾവറൈസർ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ നൈസ് 14 പൾവറൈസർ. ഇപ്പൊ 7.5 HP പൾവറൈസർ സ്പെക് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മളിത് ഡബിൾ സ്റ്റേജ് ഹാമർ കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ 4 ഹാമറും സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ 6 ഹാമറാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് പൊടിച്ച് കിട്ടും, സെക്കൻഡ് സ്റ്റേജിലാകുമ്പോൾ നമുക്ക് നല്ല പൗഡർ ആയിട്ട് ഫൈനായിട്ട് പൊടിച്ച് കിട്ടും. അത് മാത്രമല്ലാണ്ട് നമ്മൾ ഹാമറിൽ മാത്രമല്ല ഡബിൾ സ്റ്റേജ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ ഫിൽറ്ററിലും ഡബിൾ സ്റ്റേജ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 തവണയായിട്ട് ഫിൽറ്റർ ചെയ്ത് കിട്ടും. മറ്റ് സ്ഥലങ്ങളിൽ ചേംബർ വന്നിട്ട് നമ്മൾ 10 ഇഞ്ച് ആയിരിക്കും കൊടുക്കുന്നത്, പക്ഷെ നമ്മൾ വന്നിട്ട് 14 ഇഞ്ച് ചേംബർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 20% ഔട്ട്പുട്ട് ഇൻക്രീസ് ആവും. അപ്പൊ ഇതിന് നമ്മൾ ടാപ്പർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉള്ളി പൊക്കോളും, നമ്മൾ കൈ കൊണ്ട് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ നൈസ് 14 പൾവറൈസർ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ലാർജ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. പക്ഷെ പഴയ മിൽ ടൈപ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ സൗണ്ട് കൂടുതലും വൈബ്രേഷനും ആയിരിക്കും. അത് മാത്രമല്ലാണ്ട് 2 തവണ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഫൈനായിട്ട് പൊടിച്ച് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ നൈസ് 14 പൾവറൈസറിൽ നമുക്ക് 1 തവണ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടുകയും ചെയ്യും. മാത്രമല്ലാണ്ട് വൈബ്രേഷനും സൗണ്ടും കുറവായിരിക്കും. അപ്പൊ നമ്മുടെ സേഫ്റ്റി ആസ്പെക്ട് നോക്കുവാണെങ്കിൽ നമ്മൾ 2 മെഷീൻസും നമ്മൾ മോട്ടർ ഉള്ളി വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സ് ആണെങ്കിലും ഉള്ളി കയറി അങ്ങനെ ഒരു പ്രശ്നം വരുമെന്നുള്ള പേടി വേണ്ട. അപ്പൊ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വെറ്റ് പൾവറൈസർ ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസണേ ഇല്ല, എല്ലാ സീസണിലും സൂപ്പർ ആയിട്ട് പോകുന്ന മെഷീനാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദോശമാവ് അങ്ങനെയുള്ള മാവ് അരയ്ക്കുന്ന മെഷീനാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 2 HP 3 HP അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ മോട്ടർ വന്നിട്ട് കോപ്പർ വൈൻഡിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ നീണ്ടു നിൽക്കും. അത് മാത്രമല്ലാണ്ട് നമ്മൾ മോട്ടറിന് 1 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റിയാണ് കൊടുക്കുന്നത്. അതല്ലാണ്ട് നമ്മൾ ഗവൺമെന്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള 304 ഫുഡ് ഗ്രേഡബിൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ ഫുൾ മെഷീനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ലാണ്ട് നമ്മുടെ ഈ ജോലി വളരെ വേഗത്തിലും ക്വിക്കായിട്ടും കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ട്രേ വന്നിട്ട് 5 കിലോ കപ്പാസിറ്റിയാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ലാണ്ട് നമുക്ക് വെള്ളം ഇങ്ങനെ അടിക്കടി ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് ഇതിൽ ടാപ്പ് കൊടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം അങ്ങനെ കൊടുക്കാവുന്നതാണ്. അത് മാത്രമല്ലാണ്ട് നമ്മുടെ ഔട്ട്പുട്ട് ട്രേ വന്നിട്ട് ഏതൊരു പാത്രം വെച്ച് കഴിഞ്ഞാലും അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വെറ്റ് പൾവറൈസർ വന്നിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ പ്ലേറ്റ് മിൽ ടൈപ്പ് ആണ്, 7 ഇഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലും ഈസി ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് നന്ദി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു പൾവറൈസർ ചൂസ് ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് മസാല എല്ലാം പൊടിക്കാനാണെങ്കിൽ നമ്മൾ നൈസ് 10 പൾവറൈസർ ഉപയോഗിക്കാം. അതല്ല നിങ്ങൾക്ക് ലാർജിന്റെ സ്കെയിലുള്ള പർപ്പസിനാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നൈസ് 14 പൾവറൈസർ യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് മാവ് പോലെയുള്ള ഇതൊക്കെയാണ് അരക്കാനുള്ളെങ്കിൽ നമ്മൾ വെറ്റ് പൾവറൈസർ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് EMI യിലാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ലാണ്ട് നമുക്ക് വളരെയധികം ഓഫറിൽ കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് നമുക്ക് സൺഡേ വർക്കിംഗ് ഡേ ആണ്. അപ്പൊ ഈ മെഷീനെ പറ്റി കൂടുതൽ അറിയാനോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ മെഷീൻ ബുക്ക് ചെയ്യാനാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.